KPIG ടെക്നോളജി സെർവർ Q2 റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സെപ്റ്റംബറിൽ എൻഡായ ക്വാർട്ടർ റിസൾട്ടാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. എമൗണ്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് മില്യണിലാണ്. അപ്പൊ ഞാൻ ഇവിടെ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യുന്നത് കോടിയിലാണ്. അപ്പൊ നമുക്ക് നേരിട്ട് ഡീറ്റെയിൽസിലേക്ക് പോകാം. ഈ ക്വാർട്ടറിലെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ എത്രയാണ്? 1587 കോടിയാണ്. അതിന് തൊട്ട് മുമ്പുള്ള ക്വാർട്ടറിലോ 1538 കോടിയാണ്. നമ്മൾ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു 3% റവന്യൂ ഫ്രം ഓപ്പറേഷൻ കൂടിയതായിട്ട് കാണാൻ സാധിക്കും. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ എൻഡായ ക്വാർട്ടറിലെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുന്നത് 1471 കോടിയാണ്. നമ്മൾ ഇയർ ടു ഇയർ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഒരു 8% റവന്യൂ ഫ്രം ഓപ്പറേഷൻ കൂടിയിട്ടുണ്ട്. ടോട്ടൽ ഇൻകം നോക്കുവാണെങ്കിൽ ഈ ക്വാർട്ടറിൽ 1611 കോടിയാണ് വരുന്നത്. അതിന് തൊട്ട് മുമ്പുള്ള ക്വാർട്ടറിലോ 1554 കോടിയാണ് വരുന്നത്. നമ്മൾ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും ഒരു 4% ടോട്ടൽ ഇൻകം കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ ടോട്ടൽ ഇൻകം എത്രയായിരുന്നു? 1523 കോടിയാണ്. നമ്മൾ ഇയർ ടു ഇയർ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും ഒരു 6% ടോട്ടൽ ഇൻകം കൂടിയിട്ടുണ്ട്. അതുപോലെ കമ്പനിയുടെ ടോട്ടൽ എക്സ്പെൻസ് നോക്കുവാണെങ്കിലോ ഈ ക്വാർട്ടറിൽ 1358 കോടിയാണ്. അതിന് തൊട്ട് മുമ്പുള്ള ക്വാർട്ടറിലോ 1313 കോടിയാണ്. നമ്മൾ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും എക്സ്പെൻസ് ഒരു 3% കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ ടോട്ടൽ എക്സ്പെൻസ് എത്രയാണ്? 1235 കോടിയാണ്. നമ്മൾ ഇയർ ടു ഇയർ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും ഒരു 10% ടോട്ടൽ എക്സ്പെൻസ് കൂടിയിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് കഴിഞ്ഞ വർഷം എത്രയായിരുന്നു? 19 കോടിയായിരുന്നു. അത് ഈ വർഷമായപ്പോൾ 23 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. അതുപോലെ ഫിനാൻസ് കോസ്റ്റ് ആണെങ്കിലോ കഴിഞ്ഞ വർഷം 944 കോടിയായിരുന്നു. ഈ വർഷം 977 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. അതർ എക്സ്പെൻസ് ആണെങ്കിലും കഴിഞ്ഞ വർഷം 210 കോടിയായിരുന്നു. അത് ഈ വർഷമായപ്പം 270 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. അതുപോലെ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ പീരീഡ് നോക്കുകയാണെങ്കിൽ ഈ ക്വാർട്ടറിൽ 169 കോടിയാണ്. അതിന് തൊട്ട് മുമ്പുള്ള ക്വാർട്ടറിലോ 171 കോടിയാണ്. അപ്പൊ നമ്മൾ ഈ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു 2% പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് എത്രയായിരുന്നു? 203 കോടിയാണ്. അപ്പൊ നമ്മൾ ഇയർ ടു ഇയർ കമ്പയർ ചെയ്ത് നോക്കുന്നത് 17% ടോട്ടൽ പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും റവന്യൂ ഫ്രം ഓപ്പറേഷൻ കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ വർഷത്തേക്കാളും ഈ വർഷം കൂടുതലായിരുന്നു. പക്ഷെ എക്സ്പെൻസ് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ടോട്ടൽ എക്സ്പെൻസ് ഈ ക്വാർട്ടറിൽ 1358 കോടിയായിരുന്നു. കഴിഞ്ഞ ക്വാർട്ടറിൽ 1235 കോടിയാണ്. ഇച്ചിരി കൂടുതലായിരുന്നു എക്സ്പെൻസ് വരുന്നത്. അതുപോലെ തന്നെ ഒരു ഡിഡക്ഷൻ വരുന്നുണ്ട്. ഒരു 22 കോടിയുടെ ഒരു ഡിഡക്ഷൻ ഈ ക്വാർട്ടറിൽ വരുന്നുണ്ട്. അതാണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് കുറഞ്ഞു പോകാനുള്ള കാരണം. അപ്പോൾ നമ്മൾ EPS നോക്കുവാണ്, ഏർണിംഗ് പെർ ഷെയർ നോക്കുവാണെങ്കിൽ ബേസിക്കും ഡൈലൂട്ടഡും ആയിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു കമ്പനി അവരുടെ ഷെയർ ഹോൾഡേഴ്സിന് റൈറ്റ് ഇഷ്യൂ ചെയ്തതിന്റെ ഫലമായിട്ട് കമ്പനിയുടെ ഷെയറിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും. അപ്പം ഇതിന് തൊട്ട് മുമ്പുള്ള ക്വാർട്ടറിലെയും ഈ വർഷത്തെ ക്വാർട്ടറിലെയും EPS ഏർണിംഗ് പെർ ഷെയർ പുതിയ ഷെയറിന്റെ എണ്ണത്തിൽ നമ്മൾ തിരുത്തി എഴുതുന്നത് കൊണ്ടാണ് ഇങ്ങനെ ബേസിക് ഡൈലൂട്ടഡ് എന്ന് വരുന്നത്. അപ്പൊ നമുക്ക് ഈ ക്വാർട്ടറിലെ EPS എത്രയാണ് വരുന്നത്? 6.22 പൈസയാണ്. അതിന് തൊട്ട് മുമ്പുള്ള ക്വാർട്ടറിലോ 6.32 പൈസയാണ്. നമ്മൾ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും ഒരു 2% EPS കുറഞ്ഞിട്ടുണ്ട്. ഇനി തൊട്ട് മുമ്പുള്ള വർഷത്തെയോ 7.51 പൈസയായിരുന്നു EPS വരുന്നത്. ഇയർ ടു ഇയർ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും ഒരു 17% കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെന്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് നോക്കുവാണെങ്കിൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻ ക്വാർട്ടർ ടു ക്വാർട്ടർ ഒരു ചെറിയ രീതിയിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്, ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ഇയർ ടു ഇയർ നോക്കുവാണെങ്കിലോ നല്ല രീതിയിൽ ഒരു ഗ്രോത്ത് ഉണ്ട്. ടോട്ടൽ എക്സ്പെൻസ് നോക്കുവാണെങ്കിൽ ക്വാർട്ടർ ടു ക്വാർട്ടർ ഒരു 3% കൂടിയിട്ടുണ്ട്. ഇയർ ടു ഇയർ ആണെങ്കിലോ ഒരു 10% കൂടിയിട്ടുണ്ട്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ക്വാർട്ടർ ടു ക്വാർട്ടറും ഇയർ ടു ഇയറും കുറഞ്ഞിട്ടാണ് നെഗറ്റീവ് ആണ് വരുന്നത്. അതുപോലെ EPS ആണെങ്കിലും ക്വാർട്ടർ ടു ക്വാർട്ടറും ഇയർ ടു ഇയറും നെഗറ്റീവ് ആണ് വരുന്നത്. നമ്മൾ സമ്മറൈസ് ചെയ്ത് പറയുവാണെങ്കിൽ കമ്പനിക്ക് ക്വാർട്ടർ ടു ക്വാർട്ടറും ഇയർ ടു ഇയറും നല്ല രീതിയിൽ ഒരു ഗ്രോത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല.